ലേൺ കൊമേഴ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു ടോപ്പിക്കാണ്. അതായത് ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ് അഥവാ TCS എന്താണ് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ എന്താണ് ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ് എന്ന് നോക്കാം. എന്താണ് ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ് അഥവാ TCS എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്ക് രണ്ട് ടേമുകൾ പരിചയപ്പെടാം. ഒന്നാമത്തേത് ഇ കൊമേഴ്സ്, രണ്ടാമത്തേത് ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ. ആദ്യം എന്താണ് ഇ കൊമേഴ്സ് എന്ന് നോക്കാം. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിൽ സെക്ഷൻ 2 സബ്സെക്ഷൻ 44ലാണ് ഇ കൊമേഴ്സ് എന്താണ് എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എന്താണ് സെക്ഷൻ 2 സബ്സെക്ഷൻ 44ൽ പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കാം. Supply of goods or services or both, including digital products over digital or electronic network. അതായത് ഓൺലൈൻ വഴിയായോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്കലി ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് സപ്ലൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ എന്ന് നോക്കാം. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിൽ സെക്ഷൻ 2 സബ്സെക്ഷൻ 45ലാണ് ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ ആരാണ് എന്നുള്ളത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എന്താണ് സെക്ഷൻ 2 സബ്സെക്ഷൻ 45ൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്ന് നോക്കാം. എനി പേഴ്സൺ ഹു ഓൺസ് ഓർ ഓപ്പറേറ്റ്സ് ഓർ മാനേജസ് ഡിജിറ്റൽ ഓർ ഇലക്ട്രോണിക് ഫെസിലിറ്റി ഓർ പ്ലാറ്റ്ഫോം ഫോർ ഇലക്ട്രോണിക് കൊമേഴ്സ്. എന്താണ് ഇ കൊമേഴ്സ് അഥവാ ഇലക്ട്രോണിക് കൊമേഴ്സ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഓൺലൈൻ വഴി അല്ലെങ്കിൽ ഡിജിറ്റലി ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് സപ്ലൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഓൺലൈൻ വഴി ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി ഉള്ള ഫെസിലിറ്റി ഓപ്പറേറ്റ് ചെയ്യുന്നവരെ അല്ലെങ്കിൽ മാനേജ് ചെയ്യുന്നവരെ അല്ലെങ്കിൽ ആ ഫെസിലിറ്റി ഓൺ ചെയ്യുന്നവരെയാണ് നമ്മൾ ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഉദാഹരണമായി പറഞ്ഞാൽ ഫ്ലിപ്കാർട്ട്, ആമസോൺ, മിന്ത്ര തുടങ്ങിയ ഓൺലൈൻ സൈറ്റുകളെയാണ് നമ്മൾ ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിൽ ഇ കൊമേഴ്സ് ഓപ്പറേറ്ററുമായി റിലേറ്റ് ചെയ്ത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് ഇനി പറയുന്നത്. എല്ലാ ഇ കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സും കമ്പൽസറിയായി അതായത് നിർബന്ധമായും GSTയിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സുമായി റിലേറ്റ് ചെയ്യുന്ന ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ എത്രയാണ് GSTയിൽ രജിസ്റ്റർ ചെയ്യേണ്ട ടേൺ ഓവർ ലിമിറ്റ് എന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയറിൽ 40 ലക്ഷം രൂപയോ അതിൽ കൂടുതലോ ടേൺ ഓവർ ലിമിറ്റ് ഉണ്ടെങ്കിൽ നിർബന്ധമായും നമ്മൾ GSTയിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. എന്നാൽ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സിലാണെങ്കിൽ 10 ലക്ഷം രൂപയോ അതിൽ കൂടുതലോ ടേൺ ഓവർ ഉണ്ടെങ്കിൽ നമ്മൾ GSTയിൽ നിർബന്ധമായും രജിസ്റ്റർ ചെയ്തിരിക്കണം. എന്നാൽ ഇ കൊമേഴ്സ് ഓപ്പറേറ്ററുടെ കേസിൽ അങ്ങനെ ഒരു ടേൺ ഓവർ ലിമിറ്റ് സ്പെസിഫൈ ചെയ്തിട്ടില്ല. ഒരു ഇ കൊമേഴ്സ് ഓപ്പറേറ്ററുടെ ടേൺ ഓവർ എത്രയാണെങ്കിലും നിർബന്ധമായും എല്ലാ ഇ കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സും GSTയിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. എന്താണ് ഇ കൊമേഴ്സ് എന്നും ആരാണ് ഒരു ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ എന്നും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ് അഥവാ TCS എന്താണ് എന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. എന്താണ് ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ് അഥവാ TCS എന്നത് ഒരു ഉദാഹരണത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കാം. അതിനുവേണ്ടി ഒരു ഇ കൊമേഴ്സ് ഓപ്പറേറ്ററെ നമുക്ക് പരിചയപ്പെടാം. ഇവിടെ ഫ്ലിപ്കാർട്ട് ആണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഏത് ഇ കൊമേഴ്സ് ഓപ്പറേറ്ററിനെ വേണമെങ്കിലും കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി ഫ്ലിപ്കാർട്ട്, ആമസോൺ, മിന്ത്ര തുടങ്ങിയ ഓൺലൈൻ സൈറ്റുകളിൽ അതായത് തുടങ്ങിയ ഇ കൊമേഴ്സ് സൈറ്റുകളിൽ നമ്മളൊരു ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ അല്ല ആ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്ത് ഡെലിവറി ചെയ്യുന്നത്. അതായത് നമ്മൾ ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ ഒരു ഷൂസ് ആണ് ഓർഡർ ചെയ്തത് എന്ന് വിചാരിക്കാം. ഫ്ലിപ്കാർട്ടോ ആമസോണോ അല്ല ആ ഷൂ മാനുഫാക്ചർ ചെയ്ത് ഡെലിവറി ചെയ്യുന്നത്. പകരം ഫ്ലിപ്കാർട്ട്, ആമസോൺ, മിന്ത്ര പോലുള്ള സൈറ്റുകളിൽ ടൈപ്പ് ഉള്ള അല്ലെങ്കിൽ സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സപ്ലൈയേഴ്സ് ആണ് ആ പ്രോഡക്റ്റ് നമുക്ക് ഡെലിവറി ചെയ്യുന്നത്. ആ പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യുന്നത് ഇ കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സിൽ കൂടെയാണ് എന്ന് മാത്രം. സോ നമുക്ക് TCS എന്താണ് എന്ന് നോക്കാം. ഒരു ഇ കൊമേഴ്സ് ഓപ്പറേറ്ററെയാണ് നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഫ്ലിപ്കാർട്ട് ആണ് എക്സാമ്പിളിൽ കാണിച്ചിരിക്കുന്നത്. ഒരു ബയർ ഫ്ലിപ്കാർട്ടിന്റെ സൈറ്റിൽ ഒരു ഓർഡർ പ്ലേസ് ചെയ്തു എന്ന് വിചാരിക്കാം. ഏത് പ്രോഡക്റ്റ് വേണമെങ്കിലും കൺസിഡർ ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ ബാഗിനുള്ള ഓർഡർ ആണ് പ്ലേസ് ചെയ്തത് എന്ന് വിചാരിക്കുക.
ഓർഡർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ബയർക്ക് പേയ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ ഓർഡർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് തന്നെ പേയ്മെന്റ് നടത്താവുന്നതാണ്, അല്ലെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഇവിടെ ബയർ ക്യാഷ് ഓൺ ഡെലിവറി ആണ് ചൂസ് ചെയ്തത് എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് ആ ഓർഡർ റിസീവ് ചെയ്ത ഓർഡർ ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ ഒരു സെല്ലർ അല്ലെങ്കിൽ സപ്ലയർക്ക് ഈ ഓർഡർ ട്രാൻസ്ഫർ ചെയ്യും. സെല്ലർ അല്ലെങ്കിൽ സപ്ലയർ ഈ ഓർഡർ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്ത് ഇ കൊമേഴ്സ് ഓപ്പറേറ്റർക്ക് പ്രോഡക്റ്റ് ട്രാൻസ്ഫർ ചെയ്യും. ഇനി ഇ കൊമേഴ്സ് ഓപ്പറേറ്ററിന്റെ ഡെലിവറി ബോയ്, അതായത് ഫ്ലിപ്കാർട്ടിലെ ഡെലിവറി ബോയ് ആണ് ബയർക്ക് ആ പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യുന്നത്. നമ്മൾ ആദ്യമേ പറഞ്ഞു ബയർ ഇവിടെ ക്യാഷ് ഓൺ ഡെലിവറി ആണ് ചൂസ് ചെയ്തത്. സോ ഡെലിവറി ബോയ് പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യുന്ന സമയത്ത് ബയർ എമൗണ്ട് ആ ഡെലിവറി ബോയുടെയിലാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് ആ എമൗണ്ട് റിസീവ് ചെയ്ത എമൗണ്ടിന്റെ, അതായത് നെറ്റ് വാല്യുബിൾ സപ്ലൈസിന്റെ 1% ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ ടാക്സ് ആയിട്ട് പിടിക്കുന്നതാണ്. അതായത് എത്ര എമൗണ്ട് ആണോ ബയറിന്റെ കയ്യിൽ നിന്ന് റിസീവ് ചെയ്ത എമൗണ്ടിന്റെ 1% ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ, അതായത് നമ്മുടെ എക്സാമ്പിളില് ഫ്ലിപ്കാർട്ട് 1% ടാക്സ് ആയിട്ട് പിടിച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് മാത്രമേ സെല്ലർക്ക് ട്രാൻസ്ഫർ ചെയ്യുകയുള്ളൂ. ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ പിടിക്കുന്ന ഈ 1%നെയാണ് നമ്മൾ ടാക്സ് കളക്ടഡ് അറ്റ് സോഴ്സ് അഥവാ TCS എന്ന് പറയുന്നത്. അതായത് സെല്ലർ അല്ലെങ്കിൽ സപ്ലയറുടെ എമൗണ്ടിന്റെ 1% ടാക്സ് ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ ആണ് ഇവിടെ പിടിക്കുന്നത്. ഈ ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ പിടിക്കുന്ന ടാക്സിനെയാണ് നമ്മൾ ടാക്സ് കളക്ടഡ് അറ്റ് സോഴ്സ് അഥവാ TCS എന്ന് പറയുന്നത്. ടാക്സിന്റെ റേറ്റ് 1% ആണ് ഓഫ് നെറ്റ് വാല്യുബിൾ സപ്ലൈസ്. എത്ര എമൗണ്ട് ആണോ ആ എമൗണ്ടിന്റെ 1% ആണ് TCS ആയിട്ട് ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ പിടിക്കുന്നത്. ബാലൻസ് എമൗണ്ട് മാത്രമേ സെല്ലർക്ക് ട്രാൻസ്ഫർ ചെയ്യുകയുള്ളൂ. ഇതാണ് TCSന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിൽ TCSുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന പ്രൊവിഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. TCSുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒന്നാമത്തെ പ്രൊവിഷൻ എന്താണ് എന്ന് നോക്കാം. Amount collected shall be paid to the government by the operator within 10 days after the end of the month in which such collection is made. അതായത് ഒരു ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ ആണ് ടാക്സ് കളക്ടഡ് അറ്റ് സോഴ്സിന്റെ എമൗണ്ട് കളക്ട് ചെയ്യുന്നത് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഒരു ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ TCSന്റെ എമൗണ്ട് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് മാസമാണോ ആ എമൗണ്ട് കളക്ട് ചെയ്യുന്നത് തൊട്ടടുത്ത മാസം 10-ാം തീയതിക്ക് മുൻപായിട്ട് ഗവൺമെന്റിലേക്ക് ആ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതാണ്. അതായത് ജാനുവരിയിലാണ് TCSന്റെ എമൗണ്ട് കളക്ട് ചെയ്യുന്നതെങ്കിൽ ഫെബ്രുവരി 10-ന് മുൻപായിട്ട് തന്നെ ഗവൺമെന്റിൽ ആ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതാണ്. ഇനി TCSുമായി റിലേറ്റ് ചെയ്യുന്ന രണ്ടാമത്തെ പ്രൊവിഷൻ നോക്കാം. എവറി ഓപ്പറേറ്റർ who collects the amount shall furnish a monthly statement electronically containing the details of outward supplies. അതായത് TCSന്റെ എമൗണ്ട് കളക്ട് ചെയ്യുന്ന എല്ലാ ഇ കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സും, അതായത് ഫ്ലിപ്കാർട്ട്, ആമസോൺ തുടങ്ങിയ എല്ലാ ഇ കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സും മന്ത്ലി സ്റ്റേറ്റ്മെന്റ് ഫർണിഷ് ചെയ്തിരിക്കണം. അതായത് ഒരു മാസം ഓൺലൈൻ സൈറ്റ് വഴി, അവരുടെ സൈറ്റ് വഴി എന്തൊക്കെ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്തത് എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് ഇലക്ട്രോണിക്കലി, അതായത് ഡിജിറ്റലി ഒരു മന്ത്ലി സ്റ്റേറ്റ്മെന്റ് ഫർണിഷ് ചെയ്തിരിക്കണം. TCSുമായി റിലേറ്റ് ചെയ്യുന്ന മൂന്നാമത്തെ പ്രൊവിഷൻ ആണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. എവറി ഓപ്പറേറ്റർ ഹു കളക്ട്സ് ദ എമൗണ്ട് ഷാൽ ഫർണിഷ് ആൻ ആനുവൽ സ്റ്റേറ്റ്മെന്റ് ഇലക്ട്രോണിക്കലി കണ്ടെയ്നിങ് ദ ഡീറ്റെയിൽസ് ഓഫ് ഔട്ട്വേർഡ് സപ്ലൈ. അതായത് നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞു എല്ലാ ഇ കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സും ഒരു മന്ത്ലി സ്റ്റേറ്റ്മെന്റ് ഫർണിഷ് ചെയ്യണം. ഒരു മാസം അവരുടെ സൈറ്റ് വഴി എന്തൊക്കെ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് ആണ് സപ്ലൈ ചെയ്തത് എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് ഫർണിഷ് ചെയ്തിരിക്കണമെന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ ഒരു വർഷം ഓൺലൈൻ സൈറ്റ് വഴി, അതായത് ഇ കൊമേഴ്സ് ഓപ്പറേറ്ററുടെ സൈറ്റ് വഴി എന്തൊക്കെ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് ആണ് സപ്ലൈ ചെയ്തത് എന്ന് മെൻഷൻ ചെയ്യുന്നതിന് വേണ്ടി ഒരു ആനുവൽ സ്റ്റേറ്റ്മെന്റും ഫർണിഷ് ചെയ്തിരിക്കണം. ടാക്സ് കളക്ടഡ് അറ്റ് സോഴ്സുമായി റിലേറ്റ് ചെയ്യുന്ന അടുത്ത പ്രൊവിഷൻ ഏതാണ് എന്ന് നോക്കാം.
നമ്മൾ പറഞ്ഞു എല്ലാ ഇ കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സും ഒരു മാസം എന്തൊക്കെ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്തത് ഇതിന്റെ ഡീറ്റെയിൽസ് മെൻഷൻ ചെയ്തിരിക്കണമെന്ന്, അതായത് മന്ത്ലി സ്റ്റേറ്റ്മെന്റ് ഫേർണിഷ് ചെയ്തിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. ഒരു ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ മന്ത്ലി സ്റ്റേറ്റ്മെന്റ് ഫേർണിഷ് ചെയ്തിരിക്കുന്ന പോലെ തന്നെ സപ്ലയേഴ്സും മന്ത്ലി സ്റ്റേറ്റ്മെന്റ് ഫേർണിഷ് ചെയ്തിരിക്കണം. ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ ഫേർണിഷ് ചെയ്യുന്ന മന്ത്ലി സ്റ്റേറ്റ്മെന്റും സപ്ലയർ ഫേർണിഷ് ചെയ്യുന്ന മന്ത്ലി സ്റ്റേറ്റ്മെന്റും മാച്ച് ആയിരിക്കണം. അതായത് ഒരു ഉദാഹരണം പറയാം. ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഫ്ലിപ്കാർട്ട് ആണെന്ന് വിചാരിക്കുക. ഫ്ലിപ്കാർട്ട് ABC എന്ന സപ്ലയർ വഴി ഒരു മാസം 2 ലക്ഷം രൂപയുടെ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എന്ന് മന്ത്ലി സ്റ്റേറ്റ്മെന്റിൽ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ ABC എന്ന് പറഞ്ഞ സപ്ലയറും മന്ത്ലി സ്റ്റേറ്റ്മെന്റിൽ 2 ലക്ഷം രൂപയുടെ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് ഫ്ലിപ്കാർട്ട് വഴി സെയിൽ ചെയ്തു എന്ന് മെൻഷൻ ചെയ്തിരിക്കണം. സോ ഇ കൊമേഴ്സ് ഓപ്പറേറ്ററിന്റെ മന്ത്ലി സ്റ്റേറ്റ്മെന്റും സപ്ലയറുടെ മന്ത്ലി സ്റ്റേറ്റ്മെന്റും മാച്ച് ആയിരിക്കണം. ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ മന്ത്ലി സ്റ്റേറ്റ്മെന്റിനോടൊപ്പം തന്നെ ഒരു വർഷം എന്തൊക്കെ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് ആണ് സപ്ലൈ ചെയ്തത് എന്ന ഡീറ്റെയിൽസ് കാണിക്കുന്നതിന് വേണ്ടി ആനുവൽ സ്റ്റേറ്റ്മെന്റ് ഫേർണിഷ് ചെയ്തിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ ഫേർണിഷ് ചെയ്യുന്ന ആനുവൽ സ്റ്റേറ്റ്മെന്റും സപ്ലയർ ഫേർണിഷ് ചെയ്യുന്ന ആനുവൽ സ്റ്റേറ്റ്മെന്റും മാച്ച് ആയിരിക്കണം. ഇൻ കേസ് ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ ഫേർണിഷ് ചെയ്യുന്ന മന്ത്ലി സ്റ്റേറ്റ്മെന്റും ആനുവൽ സ്റ്റേറ്റ്മെന്റും സപ്ലയർ ഫേർണിഷ് ചെയ്യുന്ന മന്ത്ലി സ്റ്റേറ്റ്മെന്റും ആനുവൽ സ്റ്റേറ്റ്മെന്റുമായിട്ട് മാച്ച് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇ കൊമേഴ്സ് ഓപ്പറേറ്ററോടും സപ്ലയറോടും ഡിഫറൻസ് വന്നു എന്ന കാര്യം മെൻഷൻ ചെയ്യും. രണ്ടുപേരും ഡിഫറൻസ് റെക്ടിഫൈ ചെയ്യാൻ തയ്യാറായിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്ര എമൗണ്ട് ആണ് ഡിഫറൻസ് വരുന്നത് അത് സപ്ലയറുടെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് ഇ കൊമേഴ്സ് ഓപ്പറേറ്ററിന്റെ മന്ത്ലി സ്റ്റേറ്റ്മെന്റോ അല്ലെങ്കിൽ ഇ കൊമേഴ്സ് ഓപ്പറേറ്ററിന്റെ ആനുവൽ സ്റ്റേറ്റ്മെന്റോ സപ്ലയറുടെ മന്ത്ലി സ്റ്റേറ്റ്മെന്റും ആനുവൽ സ്റ്റേറ്റ്മെന്റുമായിട്ട് മാച്ച് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ രണ്ടുപേരോടും ഈ എറർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഡിഫറൻസ് വന്നിട്ടുണ്ട് എന്ന ഇൻഫോർമേഷൻ രണ്ടുപേരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. രണ്ടുപേരും ആ എറർ റെക്ടിഫൈ ചെയ്യാൻ തയ്യാറായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിഫറൻസ് വരുന്ന തുക എത്രയാണോ അത് സപ്ലയറുടെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. എന്താണ് ടാക്സ് കളക്ടഡ് അറ്റ് സോഴ്സ് എന്നും TCSുമായി റിലേറ്റ് ചെയ്യുന്ന പ്രൊവിഷൻസും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.